അന്താരാഷ്ട്ര തലത്തിലെ ചില വാർത്തകൾ നോക്കുകയാണ്. ഇസ്രയേൽ കടുത്ത ആക്രമണം നടത്തുന്ന റാഫ അതിർത്തിയിൽ നിന്ന് 3.5 ലക്ഷം പേരാണ് ഇതുവരെ പലായനം ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇസ്രയേലിന്റെ റാഫ അതിർത്തിയിൽ നിന്ന് പലസ്തീൻ അഭയാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് വന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിജിത്ത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അഭിജിത്ത്. ഗുഡ് മോർണിംഗ്. ഈ റാഫ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്യുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ലക്ഷക്കണക്കിന് എന്നുള്ള ഒരു കണക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേസമയം തന്നെ വലിയ കൂട്ടക്കുരുതി ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി? ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി പറയുമ്പോൾ ഇസ്രായേലിൻ്റെ റാഫ അതിർത്തിയിൽ നിന്ന് പാലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാനുള്ള നടപടി കഴിഞ്ഞ ആഴ്ച അവർ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി 3.5 ലക്ഷം ആൾക്കാരാണ് ഇതുവരെ പലായനം ചെയ്തത് എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ. അതുപോലെ പാലസ്തീൻകാർ അഭയം പ്രാപിച്ച സ്കൂളുകളിലേക്കും കടുത്ത ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ലോകരാഷ്ട്രങ്ങൾ പല കോണുകളിൽ നിന്നും ഇസ്രായേലിൻ്റെ ഇത്തരം നടപടിക്കെതിരെ വിമർശനം ഉയർന്നു വരുമ്പോഴും ഇസ്രായേൽ പാലസ്തീൻ ജനതയെ ആട്ടിയോടിക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ പിന്നെ പറയാനുള്ളത്, ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ ജബയിൽ 3-ാം ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത ആക്രമണം തുടരുകയാണ്. ക്യാമ്പിൻ്റെ കിഴക്ക് ഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ അവർ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം തുടരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാധുനികമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടും അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ചെറുത്തുനിൽപ്പുകളും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്.